എന്താണ് എക്സ്പെക്ടേഷൻസ് എന്നൊന്ന് സൂചിപ്പിക്കാമോ? എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാനില്ല. ഞാൻ രാവിലെ വരണ പടമൊക്കെ പൊട്ടാറാണ് പതിവ്. അതുകൊണ്ട് എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാനില്ല. കയറി കാണുക, എന്താന്ന് വെച്ചാൽ അറിയാം, നോക്കാം. വേറൊന്നുമില്ല, കണ്ടിട്ട് പറയാം. എൽസിയുടെ ഭാഗമല്ല എന്നുള്ള കഴിഞ്ഞ ദിവസം പോസ്റ്റ് നിരാശയുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പടം നന്നായാൽ മതി. എൽസി ആണോ അങ്ങനെയൊന്നുമില്ല, പടം നന്നായാൽ മതി. അങ്ങനെയല്ല നമ്മള് എല്ലാ പടവും കാണും. സിനി ഫൈലാണ് കേട്ടോ. രാവിലെ 6 മണിക്ക് ഏത് പടം ഉണ്ടെങ്കിലും വരും എന്നുള്ളതാണ് അറിയിച്ചേക്കുന്നത്. നമുക്ക് കേസിന്റേതായ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഈ സിനിമയ്ക്കുണ്ട്. അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസവും ആരാധകരുടെ ഭാഗത്തുനിന്ന് ഇടയിലുണ്ട് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഒരു വലിയ പ്രതീക്ഷ ഈ ചിത്രത്തിന് മേലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും ആ ഒരു വലിയ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഉയരാൻ ഈ സിനിമയ്ക്ക് സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഇവർ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് രാവിലെ 6 മണിക്ക് തന്നെ കേരളത്തിൽ ആദ്യ പ്രദർശനം തുടരുന്നു. എങ്ങനെയുണ്ട് പ്രതീക്ഷകൾ? എങ്ങനെയുണ്ട്? രാവിലെ വന്നില്ലേ, പ്രതീക്ഷയാണല്ലോ. എൽസിയുടെ ഭാഗമല്ല സിനിമ എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് നിരാശയുണ്ടോ? നിരാശയില്ല. രജനി പടം കൊണ്ടാണോ ലോകേഷിന്റെ പടം? രണ്ടും. രജനിയുടെ 50ാമത്തെ വർഷമാണ്. എന്താണ് ഒരു പ്രത്യേക നമുക്ക് പോസ്റ്റ് ചെയ്ത് കണ്ടായിരുന്നല്ലോ. നമുക്ക് ലാലേട്ടൻ എല്ലാവരും പോസ്റ്റ് ചെയ്തു. അതെ വിഷ്വലുണ്ടോ? ഒന്നുമില്ല, നന്നാവട്ടെ. രജനി നന്നാവട്ടെ. 50 വർഷം ഉള്ള രജനിയുടെ സിനിമാ ജീവിതം നന്നാവട്ടെ എന്നുള്ള ചില പ്രതികരണമുണ്ട്. ചേട്ടാ, എന്തെങ്കിലും ഒരു നമസ്കാരം. എക്സ്പെക്ടേഷൻ കുറച്ച് കുറവാണ്. എന്താണ് കാരണം അനൗൺസ്മെന്റ് ഒക്കെ സംഭവം നല്ലതായിരുന്നു, ലോകേഷും രജനി സാറൊക്കെ വരും. പക്ഷേ ട്രെയിലർ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എക്സ്പെക്ടേഷൻ കുറച്ച് കുറവാണ്. അല്ല, അതിനുശേഷം സ്റ്റാൻഡ് അലോൺ ആണ് സിനിമ എന്നതും കൂടി അറിയിച്ചിട്ടുണ്ടല്ലോ. അതൊരു നിരാശയ്ക്ക് കാരണമുണ്ടോ? ഇല്ല സ്റ്റാൻഡ് അലോൺ നന്നായിരുന്നാണ് തോന്നുന്നത്. കാരണം എൽസിയുടെ ഹൈപ്പൊക്കെ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ടെന്ന് തോന്നുന്നു. ലിയോ ആയാലും അതിനുശേഷം പിന്നെ ആ ഒരു വേൾഡിനെ പറ്റിയുള്ള ഒരു വിവരം അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ പോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ സ്റ്റാൻഡ് അലോൺ തന്നെ ആയിരിക്കും നല്ലതെന്നാ തോന്നുന്നത്. കുറച്ച് പാടായിരുന്നു. പക്ഷേ എമ്പുരാന്റെ അത്ര പാടൊന്നും അല്ലായിരുന്നു. ഞാൻ കയറിയ ഉടനെ തന്നെ കിട്ടിയായിരുന്നു. പിന്നെ ഇപ്പൊ ബുക്ക് മൈ ഷോയിലും വന്നുകൊണ്ട് പെട്ടെന്ന് കിട്ടി ആക്ച്വലി. ഇല്ല അതെങ്കിൽ പിന്നെ അത് ജസ്റ്റ് ഒന്നൊരു ക്രൗഡിനെ പുള്ളിയാൻ വേണ്ടി മാത്രമുള്ളൊരു സ്റ്റണ്ടായിട്ട് ചിലപ്പോൾ തോന്നാം, എൽസിന് വേണ്ടിയാണെങ്കിൽ. അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോൺ തന്നെ ആയിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. 50ാമത്തെ വർഷമാണ് രജനിയുടെ കരിയർ. അതിനെപ്പറ്റി 2 വാക്ക്. തീർച്ചയായും ആ ഒരു സ്റ്റൈലിനുള്ള ഒരു ഫാക്ടർ കാരണം ഇത്ര ഇൻഡസ്ട്രിയില് തമിഴ് മാത്രമല്ല, സൗത്ത് മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യയിൽ സ്റ്റൈലിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു നടൻ രജനി തന്നെയാണ്. അപ്പം ഇത്രയും നാൾ പിടിച്ചിരിക്കണമെങ്കിൽ ജസ്റ്റ് സ്റ്റൈൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ അഭിനയത്തിലും കാര്യമുണ്ടെന്നാണ് അർത്ഥം. അതാണ്. സ്റ്റൈലിൽ മാത്രമല്ല, അഭിനയത്തിലും കാര്യമുള്ളതുകൊണ്ട് മാത്രമാണ് 50 വർഷം പിടിച്ചു നിൽക്കാൻ സാധിച്ചത് എന്നുള്ളതും കൂടി ചിലർ പറയുന്നുണ്ട്. കാണുന്ന പോലെ തന്നെ പലരും എത്തുന്നതേ ഉള്ളൂ. രാവിലെ 6 മണിക്കാണ് ഷോ. പ്രത്യേകിച്ച് തുടക്കത്തിൽ രജനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു 6 മണിക്ക് തന്നെ ആദ്യത്തെ പ്രദർശനം വരുമ്പോൾ തന്നെ രജനിക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ആനിമേഷൻ വീഡിയോ അണിയർ പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു സാഹചര്യം കൂടി ഉണ്ട്. രജനിയുടെ 50ാമത്തെ വർഷം ആഘോഷിക്കുക എന്നുള്ളത്. ഇപ്പോൾ എക്സ്പെക്ടേഷൻസ് എന്താണ്? റിയാക്ഷൻസ് ഭാഗത്തൊന്നും ഉണ്ടാവില്ല. ചിലരും പ്രതികരിക്കുന്നില്ല. പലരും എക്സ്പെക്ടേഷൻസ് കുറച്ചാണ് പലരും നിൽക്കുന്നത്. കാരണം ട്രെയിലർ പലർക്കും വർക്കൗട്ട് ആയില്ല എന്ന് പറയുന്നു. എന്നാൽ പോലും രാവിലെ 6 മണിക്ക് ഷോ ഉള്ളത് കൊണ്ട് വരുന്നതിന്റെ ഒരു ഘട്ടവും കൂടി ഉണ്ട്. പലരും എത്തുന്നതേ ഉള്ളൂ. നമുക്കറിയാം, ഇപ്പൊ സമയം ഏകദേശം എത്താറായി. ഷോ തുടങ്ങാനുള്ള ഒരു സമയമാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും രാവിലെ എഴുന്നേൽക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഒരു വശത്ത് അങ്ങനെ എല്ലാ രീതിയിലും ഉണ്ട്. എന്തായാലും പ്രതികരണങ്ങൾ തേടേണ്ടതാണല്ലോ, നമുക്ക് അതാണല്ലോ വേണ്ടത്. ഒന്നുമില്ല, എക്സ്പെക്ടേഷൻ വയ്ക്കാതെ നല്ല. എപ്പോഴും എക്സ്പെക്ടേഷൻ ഇല്ലാതെ കണ്ടു കഴിഞ്ഞാൽ അത്രയും നമുക്ക് വേറെ ഒന്നുമില്ല. നന്നായിട്ട് ഉണ്ടെങ്കിൽ അത്ര നല്ല കാര്യം. രജനി ഫാനാണ്, ലോകേഷ് ഫാനുമാണ്. പക്ഷെ എൽസി ആവണമെന്നൊന്നുമില്ല, നല്ല സിനിമയായാൽ മതി. അല്ല, അങ്ങനെ ഒന്നും വയ്ക്കുന്നില്ല, എക്സ്പെക്ടേഷൻ ഒന്നും വയ്ക്കുന്നില്ല. എൽസി ആയാലും കുഴപ്പമില്ല, അല്ലാതെ ഒരു നല്ല പടം ആയാലും കുഴപ്പമില്ല. നല്ല സിനിമയാണ് മൊത്തത്തിൽ, അത്ര ആഗ്രഹമുള്ളൂ. അങ്ങനെ എൽസിയെ കുത്തിക്കരണമൊന്നുമില്ല. നല്ലൊരു സിനിമയായിട്ട് എൽസിയോ അല്ലാത്തൊരു സിനിമയായാലും കുഴപ്പമില്ല. ഒന്നുമില്ല, പ്രത്യേകിച്ച് പണ്ടോട്ട് രജനി ഫാനാണ്. പൈസ കൊടുത്ത് സിനിമ കാണാൻ പറ്റുന്നതായിട്ട് രജനി ഫിലിംസ് തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ പറ്റാറുണ്ട്.
സാധിക്കാറുണ്ട്. അതിന് ഭാഗമായിട്ട് കൂലിക്കും വരുന്നു. യെസ്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് തന്നെയാണ്. അപ്പോ സിനിമ കൊടുത്ത് പൈസ കൊടുത്ത് സിനിമ കാണാൻ തുടങ്ങിയ നാൾ മുതൽ രജനി ഫാനാണ് എന്നുള്ളതാണ്. യെസ്, എങ്ങനെയുണ്ട് പറയൂ, എക്സ്പെക്ടേഷൻ പറ. ലിയോ പോലത്തെ ഒരു ആവറേജ് പടം എടുത്തിട്ട് ലോകേഷ് ഈ പടത്തിൽ വരുമ്പോഴത്തേക്കും എക്സ്പെക്ടേഷൻ കൂടുതലാണ്. കാരണം അത് ആ നട അങ്ങനെ ആയതുകൊണ്ട് ഈ നട എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഹൈപ്പിനനുസരിച്ച് നിൽക്കില്ല, ഇത് കണ്ടു തന്നെ അറിയാം. അല്ല, LCU-ലല്ല എന്ന് പറഞ്ഞു, അത് വിഷമമുണ്ടോ? LC ഇല്ലാതെ പറഞ്ഞാൽ LC ഇല്ലാത്ത സ്റ്റാൻഡിനാണ് പടമാണ് ബെറ്റർ. കാരണം പ്രഷർ കുറയും. LC ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ കുത്തിക്കയറ്റി ലിയോ പോലെ കുത്തിക്കയറ്റോ ഇല്ലയോ വേറെ ലെവലിൽ കൊണ്ടുവരുന്നതൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. LC ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ സർപ്രൈസ് LC ഉണ്ടെങ്കിലും പറയാൻ പറ്റൂല. നോക്കാം, എന്തായാലും കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. രജനിയുടെ 50ാമത്തെ വർഷമാണ് സിനിമാ മേഖലയിൽ. 2 വാക്ക്. 50 വർഷമായിട്ട് സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ല. അതുകൊണ്ട് ഈ പടം 50ാമത്തെ വർഷമായതുകൊണ്ട് അതിനനുസരിച്ചുള്ള ലെവലുള്ള ഇത് കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ട്. നോക്കാം. ടിക്കറ്റ് കിട്ടിയായിരുന്നു? പാടായിരുന്നു എന്ന് എല്ലാവർക്കും പറഞ്ഞു. പാടായിരുന്നു, പക്ഷെ അങ്ങനെ കിട്ടിയായിരുന്നു. വേറെ ഇഷ്ടമൊന്നുമില്ല. ആദ്യമേ തന്നെ കിട്ടിയായിരുന്നു. ലോകേഷ് ഫാനാണോ രജനി ഫാൻ? അങ്ങനെ ലോകേഷ് അതുകൊണ്ട് മാത്രമല്ല എല്ലാവരും